അപ്പം എനിക്ക് മനസ്സിലായി എന്തിനാണ് മനുഷ്യന്മാരില്ലാതെ പറ്റൂല. എൻ്റെ ജീവിതത്തിൽ രണ്ടാമത്തെ ഉമ്മയെപ്പോലെ ആയി അവൾ മാറി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ അവളുടെ ജീവിതത്തിൽ രണ്ടാമത്തെ ഉപ്പയാവണം. അതിനാണ് പഠിച്ചവൻ അവളെ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. അവളുടെ ഉപ്പയ്ക്ക് അവളോട് കാരുണ്യം കാണിക്കുക, അവളുടെ സ്വപ്നങ്ങളുടെ കൂടെ നിൽക്കുക, അവളുടെ മനസ്സിൻ്റെ മാറ്റങ്ങളെ തിരിച്ചറിയുക, ഇതൊക്കെ അവളുടെ ഉപ്പയ്ക്ക് എളുപ്പമാണ്, കാരണം ഉപ്പയല്ലേ. പക്ഷെ രണ്ടാമത്തെ ഉപ്പയെ പോലെ ഞാൻ സ്വയം അതിനുവേണ്ടി തയ്യാറാവുകയും സ്വയം തിരുത്തുകയും സ്വയം നിയന്ത്രിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നെനിക്ക് അപ്പം മനസ്സിലായി. അതാണ് പഠിച്ചവൻ പറഞ്ഞത്. സ്നേഹമല്ല അത് പറയേണ്ട കാര്യമില്ല. പക്ഷെ രണ്ടാമതായി ഖുർആൻ ഒരു കാര്യം പറയാം. എന്താണ് കാരുണ്യം. എങ്ങനെയാ സ്നേഹം എന്ന് പറയുന്നത്? ഇങ്ങനെ ഒരാളിങ്ങനെ, അതേ കൂടെ തന്നെ അയാളും ഇങ്ങനെ. പക്ഷെ കാരുണ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല. കാരുണ്യം എന്ന് പറഞ്ഞാലേ ഇങ്ങനെയാ. കാരണം ഇയാൾ ഇങ്ങനെ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെ ആയിട്ടുണ്ടാവും. അപ്പം ഇയാൾ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ പേരല്ല, ഇയാൾ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ പേരാണ് കാരുണ്യം. റഹ്മ, കാരുണ്യം.